എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രത്യക്ഷ സമരവുമായി CPM. സ്ഥലത്ത് ഇന്നലെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ആദിവാസി ക്ഷേമ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇത്തരം ഒരു പോലീസ് നടപടി ആരും പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പ്രദേശവാസികളും പ്രതികരിച്ചു. അരനൂറ്റാണ്ടിലേറെ നീണ്ട നിയമപോരാട്ടം മലയിടം തുരുത്തിൽ തുടരുകയാണ്. 8 ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള അഭിഭാഷക കമ്മീഷൻ നടപടി പോലീസ് ഇടപെടലിലേക്ക് കടന്നതാണ് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയത്. ഇന്നലെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇതോടെയാണ് CPMന്റെ നേതൃത്വത്തിൽ വർഗബഹുജന സംഘടനകൾ പ്രത്യക്ഷ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്ഥലത്ത് താമസിക്കുന്നവർക്ക് സംരക്ഷണം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇത്തരമൊരു പോലീസ് നടപടി ആരും പ്രതീക്ഷിച്ചില്ലെന്ന് രാജീവ് പറഞ്ഞു. ഇത്രകാലം LDF സർക്കാർ എന്തു ചെയ്തു എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഇത്രയും കാലം ഈ ജനങ്ങൾ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി കഴിഞ്ഞു, അതാണ് LDF സർക്കാർ കൊടുത്ത വാക്കെന്ന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. സർവേ നടപടികൾ പൂർത്തിയാകുന്നവരെ തുടർ നടപടികൾ അനുവദിക്കില്ലെന്നാണ് CPM നിലപാട്. ഈ വിധി 2022 വന്ന് ഇതുവരെയും ഇവിടെ തന്നെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യം, ആരെയും ഒഴിപ്പിക്കാതിരുന്നൊരു സാഹചര്യം നിലനിന്നത് അന്നത്തെ ഗവൺമെൻറ് എടുത്ത ഒരു സമീപനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. എന്നാൽ ഗവൺമെൻറ് മാറി വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, സത്യപ്രതിജ്ഞ കഴിഞ്ഞല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഇതുപോലെ ഒരു നടപടി, അതും മുഖ്യമന്ത്രിയുടെ ജില്ലയ്ക്കകത്ത് തന്നെ ഇത്തരം നടപടി ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ സർവേ പൂർത്തീകരിച്ച് നടപടികൾ ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിലേക്ക് എത്തുന്നത് വരെ മറ്റൊരു നടപടിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ട് നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രദേശവാസികളുടെ വീടുകൾ P. രാജീവ് സന്ദർശിച്ചു. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രദേശവാസികളിൽ പലരും ആശുപത്രികളിൽ തുടരുകയാണ്. പോലീസ് നടപടിയോടെ വൈകാരികമായാണ് നാട്ടുകാർ പ്രതികരിച്ചത്. പഞ്ചായത്തിൽ നിലവിൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നടന്ന പോലീസ് നടപടിയിൽ എറണാകുളം റൂറൽ SP യോട് DIG റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.